നമസ്കാരം. സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ കീഴിൽ അതായത് മിനിസ്ട്രി ഓഫ് പോർട്ട് ആൻഡ് ഷിപ്പിംഗ് ആൻഡ് വാട്ടർവേയ്സിൻ്റെ കീഴിലുള്ള ന്യൂ മാംഗ്ലൂർ പോർട്ട് അതോറിറ്റിയിൽ പുതിയൊരു നോട്ടിഫിക്കേഷൻ വിളിച്ചിട്ടുണ്ട്. പെർമനൻറ്റ് വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാം. നോട്ടിഫിക്കേഷൻ്റെ മറ്റ് വിവരത്തിലോട്ട് കിടക്കാം. ഇപ്പോൾ ക്ലാസ് 1, ക്ലാസ് 2 പോസ്റ്റുകളിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത്. ക്ലാസ് 1, ക്ലാസ് 2 എന്ന് പറഞ്ഞാൽ പോസ്റ്റിൻ്റെ ലെവലുകളാണ്. ക്ലാസ് 1 ഏറ്റവും ഉയർന്ന പോസ്റ്റും ക്ലാസ് 2 എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ താഴ്ന്ന പോസ്റ്റാണ്. നമുക്ക് പോസ്റ്റ് ഡീറ്റെയിൽസ് നോക്കാം. ഒന്നാമത്തെ പോസ്റ്റ് മറൈൻ എഞ്ചിനീയറിംഗ് ആണ്. ഇതിൽ മറൈൻ സർട്ടിഫിക്കേഷൻ ഒക്കെ വേണം. അതുകൊണ്ട് അതുള്ളവർ ഇത് നോക്കിയാൽ മതി. നമ്മൾ ഇതിൽ നോക്കുന്നില്ല. രണ്ടാമത്തെ ഡെപ്യൂട്ടി മറൈൻ എഞ്ചിനീയർ, അതിലും ഈ മറൈൻ സർട്ടിഫിക്കേഷൻ വേണം. ഡെപ്യൂട്ടി ഡയറക്ടറേറ്റിലും ഈ പറയുന്ന 5 വർഷത്തെ എക്സ്പീരിയൻസ് വേണം. അപ്പോൾ നമ്മൾ ഈ പോസ്റ്റ് നോക്കുന്നില്ല. നമുക്ക് ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റ് നോക്കാം. നമ്മൾ നോക്കുന്നത് അസിസ്റ്റൻറ്റ് എക്സിക്യൂട്ടീവ് സിവിലാണ്. അതിലൊരു സാലറി 50,000 രൂപ മുതൽ 1,60,000 രൂപ വരെയാണ്. ക്ലാസ് 1 പോസ്റ്റാണ്. 3 വേക്കൻസികളിൽ പറഞ്ഞേക്കുന്നത്. 30 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. URന് 2 വേക്കൻസി, SCക്ക് 1 വേക്കൻസി എന്ന് പറഞ്ഞാൽ ബാക്കി കാറ്റഗറിക്ക് ഇല്ല. ബാക്കി കാറ്റഗറിക്ക് പറഞ്ഞ URൻ്റെ 2 വേക്കൻസിയിൽ ചേർത്ത് അപ്ലൈ ചെയ്യാം. ഇതിൽ വരുന്ന എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ ഡിഗ്രിയാണ്, അല്ലെങ്കിൽ ഒരു സിവിൽ എഞ്ചിനീയറിംഗിൻ്റെ ഇക്വലൻറ്റ് ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കണമെന്ന് പറയുന്നു. പിന്നെ ഡിസേബിളായിട്ട് 2 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ഓക്കെ, നിർബന്ധമല്ല. അടുത്ത പോസ്റ്റ് അസിസ്റ്റൻറ്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ മെക്കാനിക്കൽ. അതൊരു ക്ലാസ് 1 പോസ്റ്റാണ് വരുന്നത്. സാലറി നോക്കുമ്പോൾ 50,000 രൂപ മുതൽ 1,60,000 രൂപ വരെയാണ്. 2 വേക്കൻസിയാണ്. 30 വയസ്സ് വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. URന് 1 വേക്കൻസി, OBCക്ക് 1 വേക്കൻസി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഡിഗ്രി ഇക്വലൻസിന് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആണ് വേണ്ടത്. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ ഒരു ഡിഗ്രിയാണ് വേണ്ടത്. അടുത്ത അസിസ്റ്റൻറ്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഇലക്ട്രിക്കലാണ്. 50,000 രൂപ മുതൽ 1,60,000 രൂപ സാലറി വരുന്നത്. 1 വേക്കൻസിയാണ്. 30 വയസ്സുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. URന് 1 വേക്കൻസി. ഇവിടെ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ ഒരു ഡിഗ്രിയാണ് വേണ്ടി വരുന്നത്. ഡിസൈറബിളാണ്. 2 വർഷത്തെ എക്സ്പീരിയൻസ് ആണ്, നിർബന്ധമല്ല. അടുത്തത് അക്കൗണ്ട് ഓഫീസർ ഗ്രേഡ് 1, 50,000 രൂപ മുതൽ 1,60,000 വരെ സാലറി വരുന്നത്. 1 വേക്കൻസിയാണ്. 30 വയസ്സുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. ഇത് PWBDയിലെ LV കാറ്റഗറിക്കുള്ള 1 വേക്കൻസി. അവർക്ക് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അവർ ക്വാളിഫിക്കേഷൻ പറയുന്നത് മെമ്പർ ഓഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യ ഓർ ഓഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോസ്റ്റ് ആൻഡ് വർക്ക് ഓഫ് അക്കൗണ്ട് ഓഫ് ഇന്ത്യ. അപ്പോൾ അവർക്ക് കേസും കൂടെ പറയണം. ഡിസൈർ അവിടെ 2 വർഷത്തെ എക്സ്പീരിയൻസ് പറയുന്നു. ഇനി അടുത്ത അസിസ്റ്റൻറ്റ് സെക്രട്ടറി ഗ്രേഡ് 1, അത് ക്ലാസ് 1 പോസ്റ്റാണ്. സാലറി 50,000 രൂപ മുതൽ 1,60,000 രൂപ വരെയാണ്. 1 പോസ്റ്റാണ്. 30 വയസ്സ് വരെയുള്ള അപ്ലൈ ചെയ്യാം. URനാണ് വേക്കൻസി പറയുന്നത്. ഒരു ഡിഗ്രിയാണ്, എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഏതെങ്കിലും ഒരു ഡിഗ്രി പറയുന്നത്. ഡിസൈർ അവിടെ കുറച്ച് ക്വാളിഫിക്കേഷൻ പറയുന്നത് നിർബന്ധമില്ല, വേണമെങ്കിൽ മതി. അടുത്ത അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ സിവിൽ ക്ലാസ് 2 പോസ്റ്റാണ്. 40,000 രൂപ മുതൽ 1,40,000 രൂപ വരെയാണ് സാലറി വരുന്നത്. 1 വേക്കൻസിയാണ്. 35 വയസ്സുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. URാണ് വേക്കൻസി ഉള്ളത്. ഡിഗ്രി ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് ഓഫ് റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി, ഒരു സിവിൽ എഞ്ചിനീയറിംഗ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം. 2 വർഷത്തെ എക്സ്പീരിയൻസോടെ വേണം എന്ന് പറയുന്നു. പിന്നെ ഡിസൈർ ക്വാളിഫിക്കേഷൻ നോക്കണ്ട. അടുത്ത അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ ഇലക്ട്രിക്കൽ, അത് ക്ലാസ് 2 പോസ്റ്റാണ്. 40,000 രൂപ മുതൽ 1,40,000 രൂപ വരെയാണ് സാലറി വരുന്നത്. 1 വേക്കൻസിയാണ്. 35 വയസ്സുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. UR 1 വേക്കൻസിയാണ്. ഡിഗ്രി ഇൻ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ഉണ്ടായിരിക്കണം. പിന്നെ 2 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. അടുത്ത പേഴ്സണൽ സെക്രട്ടറി ടു ഡെപ്യൂട്ടി ചെയർമാൻ ഓർ പേഴ്സണൽ അസിസ്റ്റന്റ് ഓഫ് ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെന്റ്. 2 വേക്കൻസിയാണ്. 35 വയസ്സുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. URന് 2 വേക്കൻസിയാണ്. ഇവിടെ ഡിഗ്രി എനി ഡിസിപ്ലിനാണ് വേണ്ടിയത്. പക്ഷേ ഇവിടെ 10 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ പോസ്റ്റ് നോക്കണ്ട. അടുത്ത പോസ്റ്റിലോട്ട് പോകാം. അടുത്ത അസിസ്റ്റൻറ്റ് അക്കൗണ്ട് ഓഫീസർ ക്ലാസ് 2 പോസ്റ്റാണ്. 40,000 രൂപ മുതൽ 1,40,000 രൂപ വരെയാണ്. 1 വേക്കൻസിയാണ്. 28 വയസ്സുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. ഇതും PWBD LV കാറ്റഗറിയിൽ വരുന്നവർക്കുള്ള 1 വേക്കൻസിയാണ്. മെമ്പർ ഓഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടന്റ് ഓഫ് ഇന്ത്യ ഓർ ഓഫ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോസ്റ്റ് അക്കൗണ്ട് ഓഫ് ഇന്ത്യയാണ് ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്. അടുത്ത ജൂനിയർ ഡയറക്ടർ, അതൊരു ക്ലാസ് 2 പോസ്റ്റാണ്. 40,000 രൂപ മുതൽ 1,40,000 രൂപ വരെയാണ്. 1 വേക്കൻസിയാണ്. 22 വയസ്സ് മുതൽ 35 വയസ്സുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. URന് 1 വേക്കൻസി ഉണ്ട്. ഇവിടെ പറഞ്ഞ ക്വാളിഫിക്കേഷനായിട്ട് ബാച്ചിലർ ഡിഗ്രി ഇൻ കമ്പ്യൂട്ടർ എഞ്ചിനീയർ ഓർ ഇൻഫർമേഷൻ ടെക്നോളജി ഓർ മാസ്റ്റർ ഡിഗ്രി ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഓർ കമ്പ്യൂട്ടർ സയൻസ് ഓർ ഇൻഫർമേഷൻ ടെക്നോളജികൾക്ക് പറ്റും. ഇവിടെ 2 വർഷത്തെ എക്സ്പീരിയൻസും ചോദിക്കുന്നുണ്ട്. അടുത്ത മാസ്റ്റർ ഗ്രേഡ് സെക്കൻഡാണ്. 40,000 രൂപ മുതൽ 1,40,000 സാലറി വരുന്നത്. 1 വേക്കൻസിയാണ്. 45 വയസ്സുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. OBCക്ക് 1 വേക്കൻസി ഉണ്ട്. സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻലാൻഡ് മാസ്റ്റർ ഫസ്റ്റ് ക്ലാസ് ഗ്യാരണ്ടി, ഇത് നമുക്ക് ഇത് നമ്മൾ നോക്കണ്ട. ഓക്കെ, ക്വാളിഫിക്കേഷൻ ഉള്ള അപ്ലൈ ചെയ്താൽ മതി. ഇതിനൊക്കെ ഏജ് റിലാക്സേഷൻ ഉണ്ട്. OBC നോൺ ക്രിമിനലിന് 3 വർഷത്തെയും SC STക്കാർക്ക് 5 വർഷത്തെയും പിന്നെ PWBD കാൻഡിഡേറ്റിന് 10 വർഷത്തെ ഏജ് റിലാക്സേഷൻ ലഭിക്കുന്നതാണെന്ന് എടുത്ത് പറയുന്നു. വളരെ മികച്ചൊരു സാലറി റേഞ്ചാണ് ഈ പോസ്റ്റുകൾ നമുക്ക് പറയുന്നത്. മറ്റ് അലവൻസ് എല്ലാ കാര്യങ്ങളും ചേർത്ത് 1,30,000 പെർ മന്ത് ലഭിക്കാം. 91,000 രൂപ ലഭിക്കാം. 73,000 പെർ മന്ത് ലഭിക്കും. ഇത്തരത്തിൽ അലവൻസ് എല്ലാം ചേർന്ന് ഇത്രയും വലിയൊരു ഉയർന്ന സാലറി നമുക്ക് ഈ പോസ്റ്റ് ഓഫർ ചെയ്യുന്നത്. ആപ്ലിക്കേഷൻ ഫീ നോക്കുകയാണെങ്കിൽ SC ST PWD കാൻഡിഡേറ്റ് എംപ്ലോയി ഓഫ് മേജർ പോർട്ട് ഓഫ് അതോറിറ്റിക്കൊന്നും ഫീസ് ഇല്ല. എന്നാൽ ബാക്കി എല്ലാ കാൻഡിഡേറ്റിനും 475 രൂപ പ്ലസ് GST ആണ് വരുന്നത് ആപ്ലിക്കേഷൻ ഫീ ആയിട്ട് പറയുന്നത്. ഇവിടെ സെലക്ഷൻ പ്രോസസ്സ് ഓൺലൈൻ എക്സാമിനേഷൻ ആയിരിക്കും. ഒബ്ജക്റ്റീവ് ടൈപ്പ് ആയിരിക്കും, അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ആയിരിക്കും, അല്ലെങ്കിൽ ഇത് രണ്ടിൻ്റെ ഒബ്ജക്റ്റീവും ഡിസ്ക്രിപ്റ്റീവ് ഉണ്ടായിരിക്കും. ഒരു പേഴ്സണൽ ഇൻ്റർവ്യൂ കൂടെ ആയിരിക്കും അതിനകത്ത് ഉണ്ടാവുക. എക്സാമിനേഷൻ സ്ട്രക്ചർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. സബ്ജക്ട് നോളജ്, ടെസ്റ്റ് ഓഫ് റീസണിംഗ്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, ജനറൽ അവയർനെസ്, ഇംഗ്ലീഷ് ലാംഗ്വേജ് ഉണ്ട്. ടോട്ടൽ 110 ക്വസ്റ്റ്യൻ, 160 മാർക്കിനാണ്. 120 മിനിറ്റാണ് ഇതിനകത്ത് ലഭിക്കുക. എക്സാമിനേഷൻ സെൻറ്റർ എവിടെയൊക്കെ നോക്കാം. ബാംഗ്ലൂർ, ന്യൂഡൽഹി, മുംബൈ, ചെന്നൈ, കൊൽക്കത്ത എന്നിവിടങ്ങളാണ് എക്സാമിനേഷൻ സെൻറ്റർ ലഭിക്കുന്നത്. കേരളത്തിൽ എക്സാമിനേഷൻ സെൻറ്റർ ഇല്ലാന്ന് പറഞ്ഞു. അവിടെ നമുക്ക് ഇതിനൊക്കെ അപ്ലൈ ചെയ്യേണ്ടത് ഏത് വെബ്സൈറ്റ് മുഖേന നോക്കാം. www.newmanglooreport.government.in വഴിയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. അപേക്ഷ സമർപ്പിക്കാൻ ആഗ്രഹിക്കുന്നവർ അവസാന തീയതിയായ 4/5/2026 മുമ്പ് ഓൺലൈൻ മുഖേന അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. നല്ലൊരു അവസരമാണ്, അവസരം പാഴാക്കരുത്. ഇതുപോലെ വ്യത്യസ്തങ്ങളായ ജോബ് നോട്ടിഫിക്കേഷൻ അറിയാൻ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിരിക്കുക. കൂടാതെ ലൈക്ക് അടിച്ച് നിങ്ങളുടെ സപ്പോർട്ടും കൂടെ അറിയിക്കുക. താങ്ക്